ഹലോ ഗൈസ്, ക്ലീ 2025 സീരീസിന്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഏതൊരു പരീക്ഷയ്ക്കും, പ്രത്യേകിച്ച് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ആ എക്സാമിന്റെ സിലബസിനെ പറ്റിയാണ്. നമ്മുടെ സ്റ്റഡീസ് എപ്പോഴും ആ സിലബസിന്റെ ഫ്രെയിംവർക്കിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം. സിലബസ് ഇല്ലാത്ത കാര്യങ്ങൾ പഠിച്ച് നമ്മുടെ സമയം ഒരിക്കലും കളയരുത്. സോ ഓൾവേസ് സ്റ്റിക്ക് ഓൺ ടു ദ സിലബസ്. 2019 എൻട്രൻസ് കമ്മീഷണർ നമ്മുടെ ക്ലീ 5 ഇയറിന്റെയും 3 ഇയറിന്റെയും LLB എൻട്രൻസിന്റെ സിലബസ് പരിഷ്കരിച്ചു. ഏകദേശം 4 കൊല്ലത്തിന് ശേഷം കഴിഞ്ഞ വർഷം, അതായത് 2024 എൻട്രൻസ് കമ്മീഷണർ ഒന്നും കൂടി എക്സാമിന്റെ, നമ്മുടെ ക്ലീ എൻട്രൻസ് എക്സാമിന്റെ സിലബസ് പരിഷ്കരിച്ചു. അപ്പൊ ആ പരിഷ്കരിച്ച സിലബസിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ 3 ഇയർ LLB എൻട്രൻസ് എഴുതുന്നവർക്കും 5 ഇയർ LLB എൻട്രൻസ് എഴുതുന്നവർക്കും ഈ 2 പേർക്കും ഗുണം ചെയ്യും. കാരണം ഈ 2 പേരുടെയും സിലബസ് ഒന്നാണ്, ചോദിക്കുന്ന സബ്ജക്ട്സും ഒന്നാണ്, ചോദ്യങ്ങളുടെ എണ്ണവും ഒരുപോലെ തന്നെയാണ്. 2 സെപ്പറേറ്റ് എൻട്രൻസ് ആയി നടത്തുന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് സിലബസ് നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മുടെ ക്ലീ എൻട്രൻസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. ഓക്കെ, ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് നമ്മുടെ ക്ലീ എൻട്രൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കമ്പ്യൂട്ടറിലൂടെയാണ് നമ്മൾ പരീക്ഷ എഴുതുന്നത്. പേപ്പർ OMR അല്ല. മോസ്റ്റ് പ്രോബബ്ലി ഏതെങ്കിലുമൊക്കെ എഞ്ചിനീയറിംഗ് കോളേജിലായിരിക്കും നമുക്ക് സെൻറ്റർ കിട്ടുക. നമ്മുടെ എക്സാമിനേഷൻ ടൈം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. ഓക്കെ, എക്സാമിനേഷൻ ടൈം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. 120 ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. ഓക്കെ, 120 ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. ഒരു ക്വസ്റ്റിന് 3 മാർക്കാണുള്ളത്. ഓക്കെ, ഒരു ക്വസ്റ്റിന് 3 മാർക്ക്. അങ്ങനെ ടോട്ടൽ 360 നമ്മുടെ ടോട്ടൽ വരുന്നത്. ഓക്കെ, അപ്പോൾ 120 ചോദ്യങ്ങൾ, 2 മണിക്കൂർ, ഒരു ചോദ്യത്തിന് 3 മാർക്ക്. ഓക്കെ, അങ്ങനെ ടോട്ടൽ 360 നമ്മുടെ എക്സാമിനേഷൻ ടോട്ടൽ വരും. 3 ഇയറിന് LLB എൻട്രൻസിനും 5 ഇയർ LLB എൻട്രൻസിനും ഒരുപോലെ തന്നെയാണ്. ഓക്കെ, പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഓരോ ക്വസ്റ്റിനും ശരിയുത്തരത്തിന് 3 മാർക്ക് പോലെ തന്നെ തെറ്റുത്തരത്തിന് -1 മാർക്കുണ്ട്. അതായത് നെഗറ്റീവ് മാർക്കിങ് ഈ എക്സാമിനേഷൻ ഉണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റഡീസും അതുപോലെ തന്നെ ആയിരിക്കണം. ക്ലിയർ ആൻഡ് കട്ടായിട്ട് പഠിച്ചു പോവുക. അല്ലെങ്കിൽ നമ്മൾ കറക്കി കുത്തിക്കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു സാധനം വന്ന് വീണ് കഴിഞ്ഞാൽ നമ്മൾ ലോ കോളേജിന്റെ പടി നമ്മൾ കാണില്ല. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഇനിയും നമ്മുടെ ഈ ക്ലീ എൻട്രൻസിന് വരുന്ന സബ്ജക്ട്സ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഞാൻ ഈ സബ്ജക്ട്സിന്റെ ഔട്ട്ലൈൻ ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ തരുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഞാൻ ഇനി വരും വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്, കൂടുതൽ കണ്ടന്റ്സ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന മെയിനായിട്ട് 4 സബ്ജക്റ്റിൽ നിന്നാണ് മെയിനായിട്ട് നമ്മുടെ എൻട്രൻസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ 2023 വരെ 200 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു നമ്മുടെ എൻട്രൻസ്. ഓക്കെ, കഴിഞ്ഞ വർഷം 2024 എൻട്രൻസ് കമ്മീഷണർ സിലബസ് പുതുക്കി 120 ചോദ്യങ്ങളായിട്ട് കുറച്ചു. ഓക്കെ, എക്സാമിനേഷൻ ടൈം അതുപോലെ തന്നെ 2 hours തന്നെയാണ്. ഓക്കെ, ആസ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണ പോലെ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ്, ഓക്കെ, ലീഗൽ സബ്ജക്റ്റ്, ഓക്കെ, ലീഗൽ സബ്ജക്റ്റീസിൽ നിന്ന് 42 ചോദ്യങ്ങളാണ് ലീഗൽ സബ്ജക്റ്റിൽ നിന്നുള്ളത്. ഓക്കെ, 42 ചോദ്യങ്ങളാണ് ലീഗൽ സബ്ജക്ട്സ്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ സിലബസും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ ലോ സബ്ജക്ട്സ് നോക്കണം എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ വീഡിയോസ് നമ്മൾ വരുന്നുണ്ട്. സോ വെയിറ്റ് ഫോർ ദ കണ്ടന്റ്. പിന്നെ 42 ചോദ്യങ്ങൾ ഞാൻ പിന്നെ ജനറൽ ഇംഗ്ലീഷിൽ നിന്ന് 36 ചോദ്യങ്ങൾ. ഓക്കെ, ജനറൽ ഇംഗ്ലീഷ് ഭാഗത്തുനിന്ന് 36 ചോദ്യങ്ങൾ, പ്രിപ്പോസിഷൻ അതുപോലുള്ള കാര്യങ്ങൾ, ഓക്കെ, ആന്റോണിംസ് സിനോണിംസ് അതൊക്കെ വരുന്നു. അങ്ങനെ 36 ചോദ്യങ്ങൾ ജനറൽ ഇംഗ്ലീഷ് ഭാഗത്തുനിന്ന് വരും. പിന്നെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് GK ആൻഡ് കറണ്ട് അഫയേഴ്സിനാണ്. GK ആൻഡ് കറണ്ട് അഫയേഴ്സിന് 27 ചോദ്യങ്ങളുണ്ട്. പിന്നെ വരുന്നത് അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി 15 ചോദ്യങ്ങൾ. അത് മാത്സും അതുപോലെ തന്നെ ലോജിക്കൽ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗത്തുനിന്ന് 15 ചോദ്യങ്ങൾ. അങ്ങനെ മൊത്തം 120 ചോദ്യങ്ങളാണ് നമ്മുടെ എൻട്രൻസിനുള്ളത്. 2 hours ആണ് എക്സാമിനേഷൻ ടൈം വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ക്വസ്റ്റിൻ്റെ മാർക്കും പോവും, നമ്മൾ എഴുതിയ ആ മാർക്കും പോവും, പോരാണ്ട് ഒരു -1 കൂടെ. അങ്ങനെ ടോട്ടൽ ഒരു ക്വസ്റ്റ്യൻ തെറ്റിയ ടോട്ടൽ 4 മാർക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകും. നമ്മൾ ഈ നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ സമ്പാദിച്ച മാർക്കിൽ നിന്നാണ് പോവുക, അല്ലാണ്ട് ടോട്ടലി നല്ല പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി എൻട്രൻസ് ഒക്കെ എഴുതി കൊടുക്കുക ഓട്ടോമാറ്റിക് ആയിട്ട്, അല്ലെങ്കിൽ ഈ PSC-കാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ എന്ത് ചെയ്യുക, ഇവർക്ക് കാര്യങ്ങൾ അറിയാം നമുക്ക്. അപ്പോൾ പ്രധാനമായിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കൂടുതൽ കണ്ടന്റ്സും വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ ക്ലീ 2025 സീരീസ് ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി മോർ കണ്ടന്റ്സ് ആർ കമ്മിങ്. അപ്പോൾ നിങ്ങളുടെ ഈ കണ്ടന്റ് ഒക്കെ ഹെൽപ്ഫുൾ ആണെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. താങ്ക് യു.